മജുവിന് പെട്ടെന്ന് മാറി. ഹായ് കൂട്ടുകാരെ, ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങളെന്നെ മറന്നുപോയോ ആവോ? 3-4 ദിവസമായി ഞാൻ ഓരോ വീഡിയോ പോലും ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു. എല്ലാവർക്കും കുടുംബടച്ച് പനിയായിരുന്നു. കാരണം കുടുംബടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, അമ്മമ്മയ്ക്ക്, കൊച്ചിന്, ആഷിന്, അതിൽ ബിജുവിന് വരെ പനി പിടിച്ച് ആശുപത്രി പോയത് എങ്ങനെയാ? ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ അടുത്തയാൾ ആശുപത്രി ചെല്ലും. എങ്ങനെയായിരുന്നു പനിയുടെ? പിന്നെ അടുത്തൊരാഴ്ച നമ്മളിപ്പം പൈനാവിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ പൈസയും പിടിച്ചോണ്ട് പോയാലും വണ്ടിക്കൂലി എല്ലാം ആകുകയല്ലേ അല്ലേ? നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വയ്യാതെ നടക്കുമല്ലോ, എന്നാ ചെയ്യുക, എഴുന്നേക്കണ്ടേ? ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. കൊച്ചിന് മരുന്ന് മേടിക്കണം, എല്ലാവർക്കും മരുന്ന് വേണം. പോവാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാകുന്ന ഓർത്തുകൊണ്ടാണ് ഈ ഓരോ വീഡിയോസൊക്കെ ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ പനിയുടെ കാര്യം പറഞ്ഞത്. പനിയായിട്ടിരുന്ന് മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ ആരെങ്കിലും കടം പറഞ്ഞിട്ട് മരുന്ന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ചേട്ടൻ പണിയാൻ പോകാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസയ്ക്ക് പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? എങ്ങനെ പണിയില്ല, പനിയും എല്ലാവരും ഓരോ ബെഡിൻ്റെ സൈഡിൽ കൂടെ കിടപ്പായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് തലയൊന്ന് പൊക്കി ആയതേ ഉള്ളൂ. അത് കാരണം ഞാൻ ഇനി പറ്റുമെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ഞാൻ വീഡിയോ ഇടും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒരു മഴ പെയ്തപ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാടല്ല കേട്ടോ, വയനാട്ടിൽ കണ്ടില്ലേ ഉരുൾപൊട്ടി എത്രയോ പേരാ മരിച്ചത്. അവർക്കൊക്കെ എല്ലാവരും സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ കൈകളിൽ എത്തിയാൽ മതിയായിരുന്നു. അത് എത്താനായിട്ട് അധികാരികളാണേലും എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ മതിയായിരുന്നു. പാവങ്ങൾ, അവർ ഉറ്റവരെ ഉടയവരെ എല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്താലിരിക്കുമല്ലേ. ഇതുവരെ ഈ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യം മുഴുവൻ അവരുടെ നഷ്ടപ്പെട്ടു. എന്നാ മഴയായിരുന്നു. നമുക്കും മഴയുടെ ഇതിൽ വന്നിട്ട് ആ സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. അന്നേരം ഉണ്ടല്ലോ ഈ ഷീറ്റൊക്കെ പൊട്ടി പെരക്കാകുമെല്ലാം നനഞ്ഞ് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് കിടക്കുമായിരുന്നു. ആ ഇടയ്ക്കാണ് ഈ വെള്ളത്തിൽ കൂടെ നടന്ന് കഞ്ഞി വെപ്പലും കഞ്ഞി വെക്കും പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഈ കഞ്ഞി വെക്കാനും ഈ കറി വെക്കാനും എല്ലാം ഇറങ്ങി മഴയത്ത് പുറത്തടുപ്പിൻ്റെ അവിടെ നനയ്ക്കുമ്പോഴത്തേനും കാറ്റടിച്ച് നമ്മുടെ മുഴുവൻ നനയും. അങ്ങനെ നനഞ്ഞ് മൊത്തം തണുപ്പ്. പിള്ളേർ ചെരുപ്പ് പോലും ഇടാതെ ഇതിലിങ്ങനെ നടന്ന് അവർക്കും തണുപ്പടിച്ച് എല്ലാവർക്കും അസുഖമായി. ഇപ്പം 2-3 ദിവസം വെയിലായതുകൊണ്ട് തോർന്ന് കുഴപ്പമില്ല. ഇപ്പം തന്നെ അവൾ വരുമല്ലേ അമ്മേ? ഓരോരുത്തർ ഇത് കാണുമ്പോൾ തന്നെ എന്നെ കളിയാക്കുമായിരിക്കും. നീ ദാരിദ്ര്യം പറയാൻ വേണ്ടി കയറിയിരിക്കണാണോ എന്ന് ചോദിക്കും.